അങ്ങ് വിശ്വസിച്ച് കാശും കൊടുത്ത് ബാങ്കിൽ അടയ്ക്കാൻ വിട്ടു. അപ്പോൾ അതുകൊണ്ട് മുങ്ങി. എത്ര പോയി? 25 ലക്ഷം ദിർഹംസ്. കോടികളാ. ഈ ചെറുക്കനെ വിശ്വസിച്ചിട്ടാ ഞാനിവിടെ ഒരു കാർ എടുത്തത് അതിൻ്റെ ലോൺ അടയ്ക്കണത്. അപ്പം അത് മുടങ്ങി. അപ്പോൾ അത് അടയ്ക്കാൻ തന്നോട് 10,000 രൂപ ചോദിച്ചാൽ എന്ത് ചെയ്യാൻ? ഞാനിപ്പോ സന്ദർഭം ചോദിച്ച സന്ദർഭം ശരിയല്ല. ഇനി ഇതിന്റെ പ്രശ്നത്തിൽ ആ ചെറുക്കൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് പുറത്തിറങ്ങാതെ നിൽക്കുക. ഇവിടെ വന്നു. പിന്നെ അല്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതാരോടും പറയരുത്. അവന്റെ ഭാര്യ ഉണ്ടല്ലോ, ഈ വിഷയമായപ്പോ അവള് ഇട്ടേച്ചു പോയി. അയ്യോ, എങ്ങനെ പെണ്ണുങ്ങൾ കൂടെ നിൽക്കണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തില് നിൽക്കണ്ടേ? അപ്പൊ അവള് മോശം. ആ ചെറുക്കൻ ഇപ്പൊ ആകെ ഉരി ഭഗവാനേ, എന്തെന്നാ ഈ അല്ലാതെ തന്റെ മോന് സത്യശീലം വിചാരിച്ചാൽ ഇച്ചിരി പൈസ എന്തെങ്കിലും മറിച്ച് തരാൻ പറ്റുമോ? അവനിപ്പോ പ്യാരീനെ തല്ലിയ കേസും പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ നടക്കുക. അവൻ ഈ പാർട്ടിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു നേരമില്ലല്ലോ. ഞാൻ അവനോടൊന്നും പറയുന്നില്ല. എനിക്കത് ഈ ഒരു 2 ദിവസത്തിനുള്ളിലാണ് CCയുടെ പൈസ അടയ്ക്കേണ്ട. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് മറിച്ച് തരാൻ പറ്റുമോ? അല്ല, അത് ഈ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ കയ്യിൽ കാശുണ്ടാവും. അല്ലാതെ ഇപ്പൊ ഇല്ല. അതല്ലേ ഞാനേ വേറെ ആരെങ്കിലും ഒന്ന് കണ്ട് അടയ്ക്കാൻ പറ്റുമോ? ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഈ പറഞ്ഞ കാര്യം താൻ വേറെ ആരോടും പറയണ്ട കേട്ടാ. നമ്മൾ തമ്മിലുള്ളൊരു സൗഹൃദത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് എല്ലാം ശരിയാവും. വിഷമിക്കണ്ട. എവിടെയാണോ? അല്ല സീതലേട്ട, കൃഷ്ണൻകുട്ടി എവിടെ? കൃഷ്ണൻകുട്ടി അതാ പുതിയ സൈക്കിൾ എന്തോ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊരു കഷ്ടം നോക്കി. എപ്പോഴാ വരിക പറഞ്ഞോ? അവന്റെ പോക്കും വരവേക്കാരാ. അവനിവിടെ ഉണ്ടായിട്ടെന്താ കാര്യം? നമുക്ക് ഇരിക്കാനൊരിടം, അത്രേ ഉള്ളൂ. പിന്നെ അവൻ വന്നിട്ട് വരാം. ഇരിക്കേ. എവിടെ പോണേ? അല്ല, അവൻ വന്നിട്ട് വരാം. ഇവിടെ വെറുതെ വന്നിട്ട് എന്തായാലും മന്മഥനെ കണ്ടോ? നമ്മുടെ മന്മഥനെ കണ്ടോ? പറയണ പോലെ മന്മഥേട്ടനെ കണ്ടിട്ട് 2 ദിവസമായല്ലോ. അതാ ഇപ്പൊ പുറത്ത് കാണുന്നില്ലല്ലോ. ഇല്ല, മന്മഥേട്ടനെ കണ്ടിട്ട് ഇപ്പൊ 2-3 ദിവസമായി. മനുഷ്യന്മാരുടെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. എന്താ വല്ല അസുഖമുണ്ടോ? അസുഖല്ല, മൊത്തം പോയി. ആർക്ക്? മന്മഥ മാഷ്ക? എന്താ സീതലേട്ടൻ, നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ? വെറുതെ കുട്ടികളെ പഠിപ്പിക്കും കൂടി വേണ്ട. ചെമ്പരിൽ ഇങ്ങനെ ചിത്രം വരച്ചിരുന്നിട്ട് 30,000 റുപ്യാണ് ഇപ്പോ മറ്റേ പെൻഷൻ മേടിക്കണത്. ആ കാശ് ഒന്നിനെടുക്കണ്ട. മകന് 1 ലക്ഷം റുപ്യ ഡെയിലി വരുമാനമുള്ള ബിസിനസ് അല്ലേ ഖത്തറിലെ?